Okay, good morning friends. അപ്പോൾ നമ്മൾ നേരത്തെ അക്കൗണ്ടൻസി ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. നമ്മൾ എവിടെ വരെ പഠിച്ചു? ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, നീഡ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവും അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. എന്തൊക്കെയായിരിക്കും അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഞാൻ ജസ്റ്റ് പോയിന്റ് വൈസ് ആയിട്ട് മാത്രം പറഞ്ഞുതരാം. നമുക്കിതിൽ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നിങ്ങളെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്സിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ് അതിൻ്റെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോളൂ. ഫസ്റ്റ് പോയിന്റ് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ. അതായതെന്താ? നമുക്ക് പാസ്റ്റ് ട്രാൻസാക്ഷനെ കുറിച്ച് മാത്രമേ അക്കൗണ്ടിങ്ങിൽ നമുക്ക് അറിവുണ്ടാവൂ, അല്ലേ? നമുക്കിപ്പോൾ പ്രസൻറ്റിനെ കുറിച്ചോ ഫ്യൂച്ചറിനെ കുറിച്ചോ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ പാസ്റ്റ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചറാണ്. ദെൻ സെക്കൻഡ് വൺ, കൺസേൺ ഹാസ് എ ഹോൾ. അതായത് കൺസേൺ എന്താണ്? കൺസേൺ ബിസിനസ് ഇറ്റ്സ് എ ഹോളായിട്ടാണ് നമ്മൾ മൊത്തത്തിലാണ് കൺസേൺ ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു കസ്റ്റമറായിട്ട് ഒരു പ്രോഡക്റ്റ് വൈസോ അങ്ങനെയായിരിക്കില്ല നമ്മളൊരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കൺസേൺ ആസ് എ ഹോൾ, മൊത്തത്തിലായിരിക്കും ബിസിനസ്സിനെ കൺസേൺ ചെയ്യുന്നത്. ദെൻ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ്ലി മെഷേർഡ്, നോട്ട് ക്വാളിറ്റേറ്റീവ്, അല്ലേ? നമ്മളെങ്ങനെയാണ്? നമ്മൾ പറഞ്ഞല്ലോ മണി ടേംസിലാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷറിലാണ് നമ്മളെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ കസ്റ്റമറുടെ ഒരു ഹാർഡ് വർക്കോ കാര്യങ്ങളോ അതൊന്നും നമ്മൾ മെഷർ ചെയ്യുന്നില്ല ബിസിനസ് ഈ അക്കൗണ്ടിങ്ങിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ദെൻ എന്താ? ആക്ച്വൽ കോസ്റ്റ് ഫിഗർ റെക്കോർഡ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രോഡക്റ്റ് ബിസിനസ്സിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ആയിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ? നമ്മളല്ലാതെ അസംഷനോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ദെൻ യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ്. പിന്നെ എന്താ? നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചല്ലോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ. അപ്പോൾ നമ്മൾ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ 5 പോയിന്റ്സ് അത്രയേ ഉള്ളൂ. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതായത് ഹിസ്റ്റോറിക്കൽ ഇൻ നേച്ചർ ആയിരിക്കും, കൺസേൺ ആസ് എ ഹോൾ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ്ലി ആയിരിക്കും മെഷർ ചെയ്യുക, ദെൻ ആക്ച്വൽ കോസ്റ്റ് ഫിഗർ ആയിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്, ദെൻ യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആയിരിക്കും. ദെൻ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. എന്തൊക്കെയായിരിക്കും ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? നമുക്ക് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ 2 എണ്ണം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. രണ്ടാമത്തത് അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പം അക്കൗണ്ടിങ് ബേസിസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ക്യാഷ് ബേസിസും അക്രൂവൽ ബേസിസും. എന്താണ് ഇത്? 2 പേര് കേട്ടാൽ തന്നെ നമുക്കറിയാലോ എന്തായിരിക്കും അത് മീൻ ചെയ്യുന്നത് എന്നുള്ളത്. ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞതുപോലെ ക്യാഷ് ട്രാൻസാക്ഷൻസ് അതായിരിക്കും റെക്കോർഡ് ചെയ്യാം. ഒരു ബിസിനസ്സിലേക്ക് വരുന്ന അതിൻ്റെ ക്യാഷ് ഐറ്റംസ്, ക്യാഷ് ബേസിസിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ ക്യാഷ് ബേസിസിൽ റെക്കോർഡ് ചെയ്യുന്നതിനാണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റെൻറ്റ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് റെൻറ്റ് പേ ചെയ്തു. അതേപോലെ തന്നെ എന്താണ് വരുന്നത്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് പേ ചെയ്ത് നമ്മൾ ഇപ്പം അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുൻകൂട്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ പേ ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇങ്ങോട്ട് കിട്ടുന്ന പൈസയായാലും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പൈസകളൊക്കെ ഉണ്ടാവില്ലേ? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അക്രൂവൽ ബേസിസിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്യാഷ് ബേസ് എന്ന് പറഞ്ഞാൽ അപ് ടു ഡേറ്റ് ക്യാഷ് നമ്മൾ അന്നന്ന് നടക്കുന്ന ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ദെൻ എന്താണ് പഠിക്കാനുള്ളത്? ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും? ഇതൊക്കെ ജസ്റ്റ് വായിക്കാനുള്ളൂ. 1 അണ്ടർസ്റ്റാൻഡബിൾ ആണ്, 2 യൂസ്ഫുൾനെസ് ആണ്, ദെൻ 3 റിലവൻസ് ആണ്, ദെൻ റിലയബിലിറ്റി ആയിരിക്കും, കമ്പാരബിൾ ആണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്തൊക്കെയാ? ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ
ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയായിരിക്കും നമുക്കിപ്പോൾ പറഞ്ഞ പോലെ തന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കും അല്ലേ. നമുക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും, അതായത് ആർക്കും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ടേംസ് ഇല്ല, ഓണേഴ്സിനായാലും നമ്മളെ മാനേജേഴ്സിനായാലും ക്രെഡിറ്റേഴ്സിനായാലും ഒക്കെ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസിനായാലും അവർ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ യൂസ്ഫുൾനെസ് ആണ്. നമുക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു അക്കൗണ്ടിങ് കീപ്പ് ചെയ്യുന്നത് യൂസ്ഫുൾ ആണ്. നമുക്ക് നമ്മുടെ ക്യാഷ് എന്തിനൊക്കെ ചിലവായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾനെസ് ആണ്. ദെൻ റെലവൻ്റ് ആയിരിക്കും അല്ലേ. റെലവൻ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെലവൻ്റ് ആയിരിക്കും ആ ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ദെൻ റിലയബിൾ ആയിരിക്കാം. ദെൻ കമ്പാരബിൾ ആണ് അല്ലേ. നമുക്ക് നമ്മളെ കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. നമുക്കത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നമുക്കത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, മുന്നോട്ടിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. കൺസിസ്റ്റൻറ്റും ആയിരിക്കും. ഇത്രയാണ് നമ്മൾ അതിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നോക്കിയേക്കാം. ദെൻ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച ഡെഫിനേഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ. നമ്മൾ എന്താണോ നമ്മൾ ഡെഫിനേഷനിൽ പഠിക്കുന്നത് അതിൽ പറയുന്ന കാര്യങ്ങളാണ് മിക്ക കാര്യങ്ങളും ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ടേമിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചില്ലേ? റെക്കോർഡിങ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്, കമ്മ്യൂണിക്കേറ്റ്. അതായത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് പോയിന്റ് വന്ന് റെക്കോർഡ് ചെയ്യുക അല്ലേ. പീരിയോഡിക്കൽ ബേസിസിൽ നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുക. then അതിനെ ക്ലാസിഫൈ ചെയ്യുക. സിമിലർ നേച്ചേഴ്സ് ഒക്കെ ഉള്ളത് സിമിലറായി ക്ലാസിഫൈ ചെയ്യുക. അതിനെ സമ്മറൈസ് ചെയ്യുക. then സമ്മറൈസ് ചെയ്ത ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? സമ്മറൈസ് ചെയ്ത് വെച്ചാൽ മതിയോ? നമ്മൾ അനലൈസ് ചെയ്ത് വയ്ക്കണം അല്ലേ. അനലൈസ് ചെയ്യുക. then അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പർ ആൾക്കാരുമായിട്ട്. നമ്മൾ എല്ലാവരോടും ഇല്ല, നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വെദർ ഇറ്റ് ഈസ് നമ്മളെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്ത് പോയത്. എന്തൊക്കെയായിരുന്നു? നമ്മൾ ഡെഫിനിഷൻ പഠിച്ചു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചു, അതിൻ്റെ സ്കോപ്പ് പഠിച്ചു, ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ് പഠിച്ചു, അഡ്വാൻറ്റേജസ് പഠിച്ചു, പിന്നെ ഫങ്ഷൻസ് പഠിച്ചു, അത്രയും കാര്യങ്ങൾ. അപ്പം ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പോലെ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. ഡെഫിനിഷനിൽ പറയുന്ന മിക്ക കാര്യങ്ങളാണ് നമുക്ക് മുന്നോട്ടുള്ള ഈ അക്കൗണ്ടിങ് ചാപ്റ്ററിൽ ആവശ്യമായിട്ടുണ്ടാവുക. ഡെഫിനിഷൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. ഒന്നുമില്ല, ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ഈ ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ തന്നെ പഠിക്കാനുള്ളത്. അതായത് റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഏത് ടേംസിലും മണി ടേംസിലായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.